എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ 2 സ്ഥലത്ത് മത്സരിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം വയനാട് മത്സരിച്ചു. അവിടെ 2 തവണ വയനാട്ടിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചു. അപ്പോൾ ഇപ്പോൾ റായ്ബറേലിയിൽ തീരുമാനിച്ചു വയനാട് ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചു എന്നറിയുന്നത് വലിയ സന്തോഷമുണ്ട്. രാവിലെ സോണിയാജി വിളിച്ചിരുന്നു. അതിനെ പിന്നെ ഗൃഹനാശത്തിൽ നേടാൻ വേണ്ടി മനസ്സിലായില്ല. ഇപ്പോൾ വൈകിട്ട് കേസ് വേണുപോകാൻ അവരും ഈ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ ഇതിനെ അറിയിക്കണമെന്നുള്ള നിലയ്ക്കാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ പോവുകയാണെങ്കിൽ പ്രിയങ്കയെ തന്നെ ഇങ്ങോട്ട് വിടണം എന്ന രീതിയിൽ നിങ്ങളുടെ ആദ്യം തന്നെ അത് ഞങ്ങളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചതായിരുന്നു. അപ്പോൾ ആ നിലത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു വലിയ സന്തോഷമുണ്ട്. പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കേരളത്തിലെ യൂണിയത്തിനെ വലിയ തരത്തിൽ എത്തിക്കൊടുത്തു. യൂണിയത്തിന് മാത്രമല്ല, ഇന്ത്യ യൂണിയത്തിന് നല്ല വിശേഷം എത്തിക്കൊടുത്തു. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാഗം ഇവിടെ നമുക്ക് ഉറപ്പുവെക്കുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം പാർലമെന്റിൽ പ്രിയങ്ക ഉണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത്. കാരണം മോദി തന്നെ അവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയിൽ എത്തിക്കൊടുത്തതിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ തരത്തിൽ സഹായകരമാണ് എന്നാണ് രാഹുൽ തുടക്കത്തിലെ പറഞ്ഞത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. രാഹുലും പ്രിയങ്കയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽപ്പെട്ടവരാണ്. രാഹുൽ അതേ ജനങ്ങളും രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാജ്യവ്യവസ്ഥ ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും സൗത്തേക്ക് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷമാണ് ലീഗ് ഉൾപ്പെടെയുള്ള UDF-ന്റെ ഭാഗത്ത് കിട്ടിയത്. ആ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉറപ്പിക്കാമെന്ന് ലീഗിനൊരു UDF-ന് ഒരു വെല്ലുവിളി ഉണ്ടോ? വലിയ ഭൂരിപക്ഷമാണ്. പ്രിയങ്കാന്ധിയും ജനനാട്ടിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടും. രാഹുലിന്റെ പരിപാടിക്ക് അവർ പ്രചാരണത്തിൽ വരുമ്പോൾ തന്നെ വലിയ ആവേശമാണ് അവിടെ പ്രകടമായി. എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഒരു തന്ത്രം? നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ അലയൻസിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി കോൺഫിഡൻസ് ഇന്ത്യ അലയൻസ് പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. വയനാട് നേതാവ് ചെല്ലും എന്ന് ഉറപ്പിക്കാനോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ചു വരലാണെന്നുള്ള പ്രധാന കാര്യം. എണ്ണ നേരം കഴിച്ചില്ലെങ്കിൽ ജയിച്ചത് ഇന്ത്യയിലെ എന്താണെന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ കട്ടണം എന്ന് പറയുന്നത് യൂണിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയം ഇന്ത്യയിലെ വളരെ കുറഞ്ഞു. അത് ജനങ്ങളും അതേ നോക്കൂ. ജനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മലയാള ഗവൺമെന്റ് വരില്ല, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം അവിടെ ഒരു പ്ലസ്സായിട്ടാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അതേപോലെ ഭൂരിപക്ഷം നിലനിർത്താൻ ഇത്തവണയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് മുസ്ലിം UDF. അതേ സ്ട്രാറ്റജി തന്നെയാണോ പ്രിയങ്കയുടെ കാര്യത്തിലും? ഒരു ആവേശത്തോടെ ഇറങ്ങുകയാണോ ഇനി? രാജ്യത്തെ അത്യാവശ്യമായ സ്ട്രാറ്റജികളുടെ അവിടെ പ്രധാനമാക്കാൻ അതെ തങ്ങൾ നേരിട്ട് രാവിലെ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് വയനാട്ടിലെ ചെയർമാനായത്. ഞങ്ങളത് കൊണ്ടുവന്ന ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ തങ്ങളായിരുന്നു പാർട്ടിയെക്കുറിച്ച് ഇമ്പോർട്ടൻസാണ്. ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അപ്പോൾ ഇമ്പാക്ട് ഉള്ള മണ്ഡലമാണ് വയനാട്. രാഹുലിന്റെ ഇടപാടും പ്രിയങ്ക ആദ്യമായിട്ട് മത്സരിക്കാറ്. അപ്പോൾ ലീഗിന്റെ ഒരു സാന്നിധ്യം ലീഗിന്റെ തരത്തിലും ആ ഒരു ഫോക്കസ് കൂടെ ലീഗിലേക്ക് വരിക. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇമ്പോർട്ടൻസ് UDF-ലെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിന് അവിടെ
ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കക്ഷിയായ CPI ആയിരിക്കും ചിലപ്പോൾ ഇതിനായിട്ട് മത്സരിക്കുന്നത്. അവരിലേക്ക് മത്സരത്തിൽ മാറി നിൽക്കണം, അല്ലെങ്കിൽ പ്രിയങ്കയെ അങ്ങനെ തിരഞ്ഞെടുക്കണമെന്നൊരു അങ്ങനെ ഒരു അഭിപ്രായം ഉദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടോ? അല്ല, അത് അവർ തീരുമാനിക്കട്ടെ. അവർക്ക് ഞാൻ കണ്ട പ്രസ്താവന വെച്ചാൽ ഫേസ്ബുക്കാണ് BJP കൂടെ വോട്ടിട്ടാണ് നല്ലതെന്നൊക്കെ അവർ പറയും. അത് അവർ തീരുമാനിക്കട്ടെ, തീരുമാനിക്കട്ടെ. ഇവിടെ അത് പ്രസക്തല്ല. വൻ ഭൂരിപക്ഷം അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.